തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുണ്ടായ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്ക്. വള്ളക്കടവ് സ്വദേശി ഷിരിക്കാണ് പരിക്കേറ്റത്. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവെപ്പിൽ കലാശിച്ചതെന്ന് സംശയം. വെടിവെച്ചത് മുഖംമൂടി ധരിച്ചെത്തിയ സ്ത്രീയാണെന്ന് ഷിരി മൊഴി നൽകി. ഇപ്പോൾ ഷിരിയുടെ പിതാവ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് യാതൊരു പരിചയവുമില്ല. ശരീരം അബ്നോർമലായിട്ട് ഒരു വിൻഡി ചീറ്റർ ഇട്ടിട്ട് മോഹനിക്കനെ മറച്ചിട്ടുണ്ട്. വിൻഡി ചീറ്ററിന്റെ ഹുഡില്ലേ, ആ ഹുഡ് സാധാരണ നമ്മളിങ്ങനെ വെറുതെ പേരിനെങ്കിലും വയ്ക്കും, അത്ര തന്നെ. ഇതിങ്ങനെ കൂടുതലും മറച്ചിട്ടുണ്ട്. സ്ത്രീയാണ്, വെൽ ബിൽറ്റാണ്. പുള്ളിയാണെന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത അത്രയും ഹൈറ്റും ഉണ്ട്. മെലിഞ്ഞിട്ടല്ല, വെൽ ബിൽറ്റാണ്. വാഹനത്തിലാണോ വന്നത്? അതറിയില്ല. ഈ ബെല്ലടിക്കുന്നവരെ ഞങ്ങൾക്ക് വെളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായില്ലേ? തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ഈ രക്തം കണ്ടതുകൊണ്ട് അടുത്ത വെടി എനിക്കാണോ എന്ന് വെച്ചിട്ട് ഭാര്യയും മകളും എല്ലാവരും കൂടെ എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. അത് കാരണം എനിക്ക് ഡോറിന് വെളിയിൽ പോലും ഇറങ്ങാത്തില്ല. അവർ പിടിച്ചു, അയ്യോ പോവല്ലേ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് വിളിച്ചു നിലവിളിക്കുകയും ചെയ്തു. അപ്പോൾ അയൽവക്കക്കാർ ഓരോരുത്തരായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. അവരിവിടെ വരുമ്പോഴും ആരും പോയതിൻ്റെ ഒരു ട്രേസും ഇവിടെ ഇല്ല, യാതൊരു ട്രേസും ഇല്ല. മോട്ടറോ കാറോ സ്കൂട്ടറിൻ്റെ ഒന്നും ശബ്ദം ഞങ്ങൾ കേട്ടിട്ടില്ല വരുമ്പോഴും പോകുമ്പോഴും. എൻ്റെ പേര് ഭാസ്കരൻ നായിരുന്നു. എന്നെയാണ് കണ്ടത്. ഡോറ് ബെല്ലടിച്ചു, ഞാൻ പേപ്പർ വായിച്ച് വിട്ടിട്ട് അവിടുന്ന് അടിച്ചു വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഷിനി ഇവിടെ ആണോ? അതല്ലേ ഞാൻ പറഞ്ഞേ. തന്നെ എന്ത് വേണം എന്ന് ചോദിച്ചു. ഷിനിയെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവരിങ്ങോട്ട് പറഞ്ഞത് ഒരു ലെറ്ററുണ്ട്, രജിസ്റ്റേർഡാണ്, അവർ മാത്രം അവരൊപ്പിട്ടാലേ കൊടുക്കൂ എന്ന് പറഞ്ഞു. അതേസമയം ഇവിടെ അവർക്ക് മിക്കവാറും ദിവസം രണ്ടും ഒന്നും കൊറിയർ വരാറുണ്ട്. അതെല്ലാം ആ ഡോറിലെ പേരും ഇതും മൊബൈലിലെടുത്ത് എൻ്റെ തന്നിട്ട് പോവുകയുള്ളൂ. ഞാൻ ആരെന്ന് മാത്രം ചോദിക്കും. ഞാൻ ഇന്ന ആളാണെന്ന് പറയും, അല്ല അന്യനല്ല, അവരുടെ ഫാദറിൻ്റെ ആണ്, അല്ലെങ്കിൽ മാൻ്റെ പേര് വന്നാൽ മാൻ്റെ അച്ഛനാണ് എന്ന് പറയും. അത് വാങ്ങിച്ചു പോകും. സാധാരണ അധികാരം സൈൻ പോലും വാങ്ങിക്കുന്നില്ല ഇപ്പം, കാരണം ഈ അഡ്രസ്സ് കറക്റ്റ് ആയിട്ടുണ്ടല്ലോ. അത് ഫോട്ടോ എടുത്തു. യാതൊരു സംശയം എനിക്കില്ല. എൻ്റെ പേഴ്സണൽ സംശയം ഇതാണ്. ഒന്നീ അവർ ഒരു വലിയ ഗുണ്ടാ സംഘത്തിലെ ആൾ ഈ വീട്ടിൽ ആരുണ്ട്, എന്തുണ്ട്, എങ്ങനെയുണ്ട്, ആരെങ്കിലും താമസമുണ്ടോ, നമുക്ക് അറ്റാക്ക് ചെയ്താൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് സെർച്ച് ചെയ്യാമെന്നതാവാം. അതല്ലെങ്കിൽ ഇവരുടെ കഴുത്തിൽ കിടക്കണത് പൊട്ടിക്കാൻ ഇതാ ഒപ്പിട്ട് തരുമെന്ന് പറയും. വലിപ്പവും ഓട്ടവും ഒന്നിച്ചു പോയി. ഹരിമോഹൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഹരി, ഈ വെടിവെച്ചത് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. മുഖംമൂടി ധരിച്ചെത്തിയ ഒരാളാണ് എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇതൊരു സ്ത്രീയാണ് എന്നുള്ള സംശയത്തിൽ തന്നെയാണോ ഷിരിയുടെ കുടുംബമുള്ളത്? ഫാരിഷ, രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. ആരാണ് വെടിവെച്ചത്, ഒപ്പം തന്നെ എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ മോട്ടീവും വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ അക്കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, വെടിവെച്ചത് സ്ത്രീയാണ് എന്നുള്ള മൊഴിയാണ് വീട്ടുകാരിൽ നിന്നും ഒപ്പം തന്നെ പരിക്കേറ്റിട്ടുള്ള സ്ത്രീയുടെ പക്കൽ നിന്നും, ഷിനിയുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടുള്ളത് പോലീസിന്. അതുകൊണ്ട് തന്നെ അതൊരു സ്ത്രീയാണ് എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിൽ മാത്രമാണ് പോലീസ് നിൽക്കുന്നത്. കാരണം മുഖം മുഴുവൻ മറച്ചിരിക്കുകയാണ്, തലയിൽ കൂടി ഒരു ഹൂഡി പോലെയുള്ള വസ്ത്രം ധരിച്ചിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. മുഖവും മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീയാണ് എന്നുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തി എന്നുള്ളത് അല്പം മുമ്പ് പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. ഒപ്പം തന്നെ അല്പം മുമ്പ് ഭർത്തൃപിതാവ് സംസാരിച്ചപ്പോൾ സംഭവിച്ചതിന്റെ ഒരു നേർചിത്രം പറയുന്നുണ്ട്. അതായത് രാവിലെ ഒരു 8-8:30 കൂടിയിട്ടാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് അക്രമി എന്ന് പറയപ്പെടുന്ന ആൾ ഈ വീട്ടിലേക്ക് വരികയും ഇവിടെ ഷിനിയെ കാണണമെന്ന്, അതായത് ഒരു പാഴ്സൽ ഉണ്ട്, കൈ രജിസ്റ്റേർഡ് ആണ്, അത് ഒപ്പിട്ട് വാങ്ങാൻ ഷിനി തന്നെ വേണം എന്നുള്ള നിർബന്ധം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഷിനിയെ ഈ ഭർത്തൃപിതാവ് പോയി വിളിക്കുകയും ഷിനി പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു. അതിനുശേഷം കയ്യിൽ പേനയില്ല, പേനയും വേണമെന്ന് പറയുന്നു. ആ സമയത്ത് പേന എടുക്കാൻ അകത്തേക്ക് ഭർത്തൃപിതാവ് പോയ സമയത്താണ് ഈ വെടിവെക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊഴിയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. 2 തവണ വെടിവെച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് കൈവെള്ളയിൽ വെടിയേറ്റിരിക്കുന്നത്. കൈക്കകത്ത് ബുള്ളറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും അത് എയർ ഗൺ ആണോ എന്നുള്ള കാര്യത്തിൽ
ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പരിക്കിന്റെ അളവൊക്കെ കണ്ടതിന് ശേഷമാണ് പോലീസ് അതൊരു എയർ ഗണ്ണാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് ഈ പരിസരത്ത് CCTV വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഹോം സ്റ്റേയിൽ മാത്രമാണ് CCTV ഉള്ളത്. അതാവട്ടെ ഈ കോമ്പൗണ്ടിലെ ദൃശ്യങ്ങൾ മാത്രമാണ് അത് പകർത്താൻ കഴിയുന്നുള്ളൂ ആ CCTV കൊണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ദൃക്സാക്ഷികൾ പറയുന്നത് ഈ വെടിവെക്കുന്നത് കണ്ടില്ലെങ്കിൽ പോലും ഒരു കാർ ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വെള്ളി നിറത്തിലുള്ള സിൽവർ കളറിലുള്ള ഒരു എക്സ്പ്രസോ കാർ ഈ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്നതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആ കാർ പാർക്ക് ചെയ്തിരുന്നിടത്ത് നിന്ന് വീട്ടിലേക്ക് ഏകദേശം ഒരു 100 മീറ്റർ പോലും ഇല്ല. ആ ദൂരം നടന്നു വരികയും ഇവിടെ വെച്ച് ഈ വീട്ടിനകത്ത് വെച്ചാണ് വെടിവെക്കുകയും ചെയ്യുന്നത്. ആ പാഴ്സൽ നൽകാനെന്നുള്ള വ്യാജന എത്തിക്കൊണ്ട് വെടിവെക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ചുപോയി കാറുമായി അക്രമി ഏത് ഭാഗത്തു കൂടിയാണ് പോയതെന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. കാരണം 2 വഴികളുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ. ഇതൊരു ഹൗസിംഗ് ഏരിയ ആണ്, റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാൻ 2 വഴികളാണുള്ളത്. അത് വീടിൻ്റെ മുമ്പിൽ കൂടെ പോകണ്ട, വീടിൻ്റെ ഒരു 50 മീറ്റർ മാറി വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് 2 വഴികളുണ്ട്. ആ 2 വഴികളിൽ കൂടി പോകാം. അങ്ങനെ ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടോ, കാറിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും ലഭിച്ചിട്ടില്ല. 2 പേരുണ്ടായിരുന്നു, അതായത് ഡ്രൈവറായി മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നടക്കമുള്ള മൊഴികൾ ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ടെങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ കുറച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള, അതായത് ഈ പുറത്തേക്ക് പോകുന്ന വഴികളോട് ചേർന്നിട്ടുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ്. അതിലേതെങ്കിലും ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അക്രമിയുടെ ദൃശ്യങ്ങളോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് തുടരുക. എന്തായാലും ഈ വഞ്ചിയൂരിലെ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് രാവിലെ ഒരു 8:15 8:30 നടുവിലെ ഒരാൾ പാർസൽ കൊണ്ടുവന്നിട്ട് പിന്നെ കാലിംഗ് ബെൽ അടിച്ച ശേഷം പ്രത്യേകിച്ചും പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൺസേൺഡ് ഇൻഡിവിജ്വൽക്ക് മാത്രമേ കൊടുക്കണം അങ്ങനെ വിളിച്ചതായിട്ടും അത് കഴിഞ്ഞ ശേഷം സിനി തന്നെ വേണം പറഞ്ഞിട്ട് പിന്നെ സിനി കൈക്ക് വന്ന ശേഷം ദെൻ ഒരു പിസ്റ്റൾ പോലെ എയർ ഗണ്ണോ അറിയില്ല എന്താണ് സംഭവം, അത് എടുത്തിട്ട് ഫയർ ചെയ്തതായിട്ട്. അപ്പോൾ കയ്യിൽ ചെറിയ ഇഞ്ചുറി ഉണ്ട്, അത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ദെൻ അടുത്ത അച്ഛൻ അവിടെ തന്നെ ഉണ്ട്. ബാക്കി 1 or 2 റൗണ്ട്സ് ഫയർ ചെയ്തതായിട്ടാണ് കാണുന്നുണ്ട്. അത് ബൈ ഷൂട്ടിംഗ് അറ്റ് ദി വാൾ. അപ്പോൾ ബാക്കി അന്വേഷണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വന്ന് എന്താണ് സംഗതികൾ, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ പറയാം. സ്ത്രീയോ പുരുഷനോ എന്നുള്ളതിനായിട്ട് ഇപ്പോൾ പ്രിലിമിനറി ആയിട്ട് വീട്ടുകാർ പറയുന്നതനുസരിച്ച് മൊത്തം എല്ലാം കവർ ചെയ്തിട്ടായിരുന്നു, ഓൺലി കണ്ണ് മാത്രം കാണാനുണ്ട്. ദേ ആർ സസ്പെക്റ്റിംഗ് മേ ബി ലേഡിയാണ്. അത് നമ്മൾ അന്വേഷിച്ചത് മാത്രം പറയാം.